പരിശുദ്ധ അമ്മയോടുള്ള നിന്റെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ നീ കത്തിച്ചു വെച്ച മെഴുകുതിരി കത്തിത്തീരും മുൻപേ നീ പോലും അതിശയിക്കുന്ന ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ അമ്മയ്ക്ക് ശക്തിയുണ്ട്. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമാണ്. നിങ്ങളുടെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നിമിഷത്തിൽ പരിശുദ്ധ അമ്മയോട് സഹായം ചോദിക്കുക. ചോദിക്കുമ്പോൾ അമ്മ നിങ്ങൾക്കായി സ്വർഗപിതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തും. എന്നിട്ട് ഈശോയെ ചേർത്ത് നിർത്തി അമ്മ നമ്മുടെ ആവശ്യങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കും. ഈശോയിലൂടെ എല്ലാം നമുക്ക് വാങ്ങിത്തരും. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, ആരും അറിയാതെ പോകുന്ന ഞങ്ങളുടെ സങ്കടങ്ങളും ആരോടും തുറന്നു പറയാനാവാത്ത ഞങ്ങളുടെ ദുഃഖങ്ങളും ആരും സഹായിക്കാൻ ഇല്ലാത്ത ഞങ്ങളുടെ അവസ്ഥകളും ഞങ്ങളിതാ അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. അമ്മേ, കരുണ തോന്നണമേ. അമ്മേ മാതാവേ, പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്കായി ദൈവത്തിനു മുൻപിൽ നിലകൊള്ളുവാനും എനിക്ക് ശക്തി തരണമേ. അങ്ങ് ആഗ്രഹിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. അമ്മേ മാതാവേ, എൻ്റെ നിയോഗങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയും അനുദിനം എന്നെ ഓർമ്മപ്പെടുത്തണമേ. ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഞാൻ തിരിച്ചറിയട്ടെ. സുഖങ്ങളും ദുഃഖങ്ങളും ഒരേ സന്തോഷത്തോടെ അങ്ങിൽ നിന്നും സ്വീകരിക്കുവാൻ എനിക്ക് കൃപ തരണമേ. അമ്മേ മാതാവേ, നഷ്ടപ്പെടുത്തുവാൻ എനിക്ക് ദൈവത്തേക്കാൾ വലുതായി ആരുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ അങ്ങ് അനുഗ്രഹമായി മാറ്റിത്തരണമേ. എൻ്റെ സഹായം ആവശ്യമായി വരുന്ന മേഖലകൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ എന്നിവ എനിക്ക് കാണിച്ചു തരണമേ. കുഞ്ഞുനാൾ മുതൽ എനിക്ക് ലഭിച്ച വിശ്വാസം തനിമ നഷ്ടപ്പെടാതെ, ഒട്ടും ചോർന്നു പോകാതെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്ക് കഴിയട്ടെ. എന്നെ വേദനിപ്പിക്കുന്നവരെയും കഷ്ടപ്പെടുത്തുന്നവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലത നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞാൻ ഈ വിധം ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കാരണമായവരെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. അമ്മേ മാതാവേ, ആരെങ്കിലും ഞാൻ മൂലം വേദനിച്ചു എങ്കിൽ മാപ്പ് ചോദിക്കുന്നു. മാതാവേ, എൻ്റെ യാചനകൾ ദൈവത്തോട് അപേക്ഷിച്ച് അത് നിവർത്തിച്ചു തരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നീക്കി സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഓ പരിശുദ്ധനാഥേ, അങ്ങ് നീതീകരണത്തിൻ്റെയും നീതീകരിക്കപ്പെടുന്നവരുടെയും അമ്മയാണ്. അനുരഞ്ജനത്തിൻ്റെയും അനുരഞ്ജിതരുടെയും മാതാവാണ്. രക്ഷയുടെയും രക്ഷിക്കപ്പെടുന്നവരുടെയും അമ്മയാണ്. ആരിൽ നാം പ്രത്യാശ അർപ്പിക്കുന്നുവോ, ആരെ നാം ഭയപ്പെടുന്നുവോ, അവിടുത്തെ മാതാവ് നമ്മുടെ അമ്മ മാത്രമാണ്. നമ്മുടെ സ്വഭാവത്തിൽ പങ്കുകൊണ്ടവൻ നമ്മെ ജീവനിലേക്ക് ഉയർത്തി അവിടുത്തെ മാതാവിൻ്റെ മക്കളാക്കി. അതുവഴി നാം അവിടുത്തെ സഹോദരന്മാരും
സഹോദരിമാരും ആണെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ലോകരക്ഷകൻ നമ്മുടെ സഹോദരനാണ്. നമ്മുടെ ദൈവം മറിയത്തിലൂടെ നമ്മുടെ സഹോദരനായി തീർന്നു. ഓ അമലോത്ഭവയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിലെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായ പരിശുദ്ധ മറിയമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. കൊടുങ്കാറ്റുകളെ ശമിപ്പിക്കുവാനും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുവാനും ശക്തിയുള്ള മാതാവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും മേൽ അമ്മയുടെ സംരക്ഷണവും സഹായവും അയക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും ദൈവസ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യത്തിന് വെളിച്ചം ഞങ്ങളുടെ പാതകളെ പ്രകാശിക്കട്ടെ. ഓ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയോടെ ജീവിക്കുവാനുള്ള ശക്തിയും മുന്നോട്ടു പോകുവാനുള്ള ധൈര്യവും ലഭിക്കുന്നതിന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എനിക്ക് ചുറ്റുമുള്ള എല്ലാവരോടും അവൻ്റെ നന്മയ്ക്കും കരുണയ്ക്കും സാക്ഷിയായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾ ജീവിക്കട്ടെ. അങ്ങയുടെ മക്കൾക്ക് എന്നും പ്രത്യാശയുടെയും സാന്ത്വനത്തിൻ്റെയും വഴികാട്ടിയായ മാതാവേ, എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാനും എന്നോടും മറ്റുള്ളവരോടും സമാധാനത്തോടെ ജീവിക്കുവാനും എന്നെ സഹായിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയമേ, കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട കൃപാസന പ്രസാദവര മാതാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭ മുഴുവനെയും മാനവകുലത്തെ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. അമ്മയുടെ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയും ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിൽ സംരക്ഷണത്തിൻ്റെ അംഗീകാരം എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും കാത്തുകൊള്ളണമേ. എല്ലാറ്റിനും യഥേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവായ യേശുവിൽ വസിക്കുകയും നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ.
മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട രക്ഷകൻ അവിടുന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങ് സർവാധിപനായ ദൈവം ആണെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ സ്വീകരിക്കുന്നു. മറ്റാരിൽ നിന്നും എനിക്ക് രക്ഷയില്ല. രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യർക്ക് നൽകപ്പെട്ടതായി ആകാശത്തിൻ കീഴിൽ വേറെ നാമവുമില്ല എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവേ, അങ്ങയുടെ തിരുരക്തം എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നു. എൻ്റെ രക്ഷകനായ യേശുവേ, അങ്ങ് എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന പ്രവചനം യേശുനാഥ അങ്ങിലാണ് നിറവേറുന്നത്. മരുന്നോ ലേപന ഔഷധമോ അല്ല, ദൈവത്തിൻ്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത്. എന്നാൽ എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും എനിക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും പൂർണ്ണ സംരക്ഷണം നൽകണമേ. അമ്മേ, മാതാവേ, അവിടുന്ന് എൻ്റെ ആശ്രയവും സങ്കേതവും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവിധ അപകടത്തിൽ നിന്നും കെണിയിൽ നിന്നും അമ്മ എന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണത്താൽ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ലോകാരൂപികളിൽ നിന്നും എന്നെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ. അമ്മയുടെ ചിറകിൻ കീഴിൽ നീല അങ്കിയുടെ സംരക്ഷണത്തിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്ന കെണികളോ പകൽ പറക്കുന്ന അസ്ത്രങ്ങളോ ഞങ്ങളെ ബാധിക്കുവാൻ, ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ ഇടവരുത്തരുതേ. ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടമോ മധ്യാഹ്നത്തിലെ കൊടുങ്കാറ്റോ ഞങ്ങളെ പേടിപ്പെടുത്തുവാൻ ഇടവരുത്തരുതേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുന്നു, എൻ്റെ സർവവുമായി സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നാഥയും സംരക്ഷകയുമായി നൽകിയതിന് അമ്മ വഴി ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്നതിന് ഒരു ദിവസം കൂടി നൽകിയതിന് നന്ദി പറയുന്നു. ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അമ്മേ, മാതാവേ, വാക്കാലോ പ്രവൃത്തിയാലോ ഞാനിന്ന് എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിലും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കായും ഞാൻ ചെയ്യട്ടെ. എൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം വീശി എന്നെ നയിക്കണമേ. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ട്
നിഷ്കളങ്കമായി സ്നേഹിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഭവനത്തിലുള്ളവരെ അനുഗ്രഹിക്കണമേ. ദൈവകൽപ്പനകളെല്ലാം പാലിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ മക്കളിൽ ദാനങ്ങളും ഫലങ്ങളും നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. എല്ലാ കൃപകളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ. അമ്മേ ദൈവമാതാവേ, അമ്മേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷകയുമായി ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെ മുഴുവനും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിവിധങ്ങളായ നിയോഗങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. അമ്മേ മാതാവേ, ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കാൻ പോകുന്ന എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളെ, വേദനകളെ അമ്മ ഏറ്റെടുക്കണമേ. ഇവിടെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ സമർപ്പിച്ച് ഞങ്ങളുടെ ഭവനത്തിൻ്റെ ആവശ്യങ്ങളിൽ അമ്മ ഇടപെടണമെന്ന് ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെയും തുണയും സംരക്ഷകയും സഹായവുമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളെ എല്ലാവരെയും പിശാചിൻ്റെ ദുഷ്ടതയിലും കെണിയിൽ നിന്നും കാത്തുകൊള്ളണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കുവാൻ ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ട ആരോപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ, അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയാൽ അവരെ നരകത്തിലേക്ക് തള്ളുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, എല്ലാ ശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ മോചിപ്പിക്കണമേ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ പുത്രനായ കർത്താവായ യേശുക്രിസ്തു അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും ഈശോയുടെ രക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അധികാര ശക്തികളെയും ദുഷ്ട പിശാചുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാദപീഠത്തിൽ വയ്ക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിൻ്റെയും ഞങ്ങളുടെ മേലും സംരക്ഷകയായി, മധ്യസ്ഥയായി, നാഥയായി അമ്മ കൂടെ ഉണ്ടാകണമേ.
അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കുടുംബങ്ങളുടെ ആശ്രയമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഈ ഭവനത്തിൻ്റെയും ഇതിൽ വസിക്കുന്ന എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വന്ന് വസിക്കുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഞങ്ങളിൽ എല്ലാവരിലും നിറയട്ടെ. ഞങ്ങൾ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ ഭവനത്തിനും ഇതിലുള്ള എല്ലാത്തിനും എത്രയും പരിശുദ്ധവും മധുരവും സുരക്ഷിതവുമായ യേശുവിൻ്റെ നാമത്തിൽ സന്തോഷവും അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയും നൽകപ്പെടട്ടെ. നിത്യകന്യകയും ദൈവവുമായ പരിശുദ്ധ അമ്മേ, തൻ്റെ മാതൃസഹജമായ വാത്സല്യത്താൽ എല്ലാവരെയും പരിപാലിക്കുകയും ഭൗതികവും ആത്മീയവുമായ സകല തിന്മകളിൽ നിന്നും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും ഐശ്വര്യവും അഭിവൃദ്ധിയും ഞങ്ങളുടെ സഹനങ്ങളിൽ നിന്നും സമൃദ്ധമായ പുണ്യയോഗ്യതകളും ലഭിക്കുമാറാകട്ടെ. വിശുദ്ധരായ കാവൽ മാലാഖമാർ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും പൈശാചിക പീഡനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ഒടുവിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ നാട്ടിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. ഓ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അമ്മയുടെ മക്കളായ ഞങ്ങളെ കൃപയോടെ കടാക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ഹൃദയത്തിലും അധരങ്ങളിലും നാവിലും എപ്പോഴും ഏറ്റവും പരിശുദ്ധമായ യേശുവിൻ്റെ നാമം ഉണ്ടായിരിക്കട്ടെ. ആ ദിവ്യനാമം എൻ്റെ ധാരണകളെ പ്രകാശമാക്കുകയും ഭാവനയെ വിശുദ്ധീകരിക്കുകയും ഇച്ഛാശക്തിയെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ നാമം എൻ്റെ ഉള്ളിലും ചുറ്റിലും മുകളിലും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സകല ചിന്തകളിലും വാക്കുകളിലും കർമ്മങ്ങളിലും യേശുവിൻ്റെ നാമം നിറയട്ടെ. എല്ലാ പൈശാചിക ആക്രമണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും എതിരായ എൻ്റെ പ്രതിരോധവും യേശുവിൻ്റെ നാമം ആയിരിക്കട്ടെ. യേശുവിൻ്റെ എത്രയും പരിശുദ്ധമായ നാമം സകല അശുദ്ധ ചിന്തകളിൽ നിന്നും നിരാശയിൽ നിന്നും എന്നെ മറച്ച് സന്തോഷിപ്പിക്കട്ടെ. ജീവനിലും മരണത്തിലും എൻ്റെ ബലവും ശക്തിയും ഇളകാത്ത പ്രത്യാശയും അങ്ങയുടെ ഏറ്റവും പരിശുദ്ധമായ നാമത്തിൽ ആയിരിക്കട്ടെ. അമ്മേ മാതാവേ, ഈ കൃപകൾ ഒക്കെയും പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാരനിൽ നിന്ന് അമ്മയുടെ മധ്യസ്ഥതയാൽ എനിക്ക് വാങ്ങിത്തരേണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. ആമേൻ.